അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ശബ്ദം കേൾക്കുന്ന ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളൊക്കെ മാറി, പ്രശ്നങ്ങൾ മാറി, കടങ്ങൾ മാറി, പ്രതിസന്ധികൾ മാറി സന്തോഷവും സമാധാനവും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദിക്റുകൾ പറയുന്ന സദസ്സിലാണല്ലോ ഉള്ളത്. നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്, ഇനി വരാനുള്ളത്. നമുക്കറിയാം, ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുകയാണ്. അള്ളാഹു ഖൈറിലാക്കി തരട്ടെ, ഷർറിനെ തൊട്ട് കാക്കുമാറാവട്ടെ. അതുപോലെ മഴക്കാലം ഇനി വരാനിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം ഇങ്ങനെ കുത്തിയൊലിക്കുന്ന ഒരവസ്ഥ, വെള്ളം കയറി ഒരുപാട് പ്രതിസന്ധിയിലായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അള്ളാഹു എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും നമ്മളെയും എല്ലാ ആളുകളെയും കാക്കുമാറാവട്ടെ. പണ്ടൊക്കെ ഒരു മഴ പെയ്താൽ ആ മഴവെള്ളം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അങ്ങോട്ട് താഴ്ന്നു പോകും, ഭൂമിയിലേക്ക് താഴ്ന്നു, ഭൂമി വലിച്ചെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും വീടുകളുടെ മുന്നിൽ ടൈല് വിരിച്ചിരിക്കുന്നു, കട്ട വിരിച്ചിരിക്കുന്നു. ഭൂമിക്ക് ആ വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ റോഡിലേക്ക് ഒഴുക്കി വിടുന്നു. ഒഴുകുന്ന വെള്ളം നേരെ കാനയിലേക്ക് പോകുന്നു, കാനയിൽ നിന്നും പിന്നെ റോഡിലേക്ക്, റോഡിൽ വെള്ളക്കെട്ടാകുന്നു, റോഡ് പൊളിയുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ നാട് പോകുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാവിധ ഖൈറും സമാധാനവും നൽകട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ പെയ്യുന്ന വെള്ളം നമ്മുടെ പറമ്പ് തന്നെ വലിച്ചെടുക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം നമ്മുടെ പറമ്പിൽ നിൽക്കാതെ ഒഴുകി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ പ്രശ്നം. വേനൽക്കാലത്ത് കിണറ്റിൽ വെള്ളമില്ല, കുഴൽ കിണറിൽ പോലും എത്രയോ അടിയിലേക്ക് നമ്മൾ കുഴിച്ചിട്ട് പോലും നമുക്ക് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസ പ്രതിസന്ധികൾക്ക് നമ്മൾ തന്നെ ഒരു പരിധിവരെ കാരണമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ക്ലിയർ ആക്കി, അതോടൊപ്പം തന്നെ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം ക്ലിയർ ആക്കണം. അല്ലാഹു തആല അതിന് ഈ സദസ്സ് കാരണമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ദുആ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായി പറയേണ്ട നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു തന്ന് നമ്മുടെ ഇനിയുള്ള ജീവിതം എല്ലാവിധ ഖൈറിലുമാവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഒരു ഇസ്തിഗ്ഫാർ പറയാം. എല്ലാവരും ഒന്നിച്ചു പറയട്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ റബ്ബൽ അർശിൽ അലീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
يا رب العرش العظيم أستغفر الله العظيم 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 يا رب العرش العظيم. നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ആദ്യം പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കാണ്, അല്ലേ? ഒരാൾ ബിസ്മി പറഞ്ഞിട്ട് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ എല്ലാത്തിലും ബിസ്മി പറയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ നല്ല കാര്യത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവാൻ ഇപ്പം തന്നെ നമുക്കൊരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിരവധി ആളുകൾ നമ്മളോട് ഉസ്താദേ പ്രത്യേകം ദുആ രക്കണേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറണം, ഞങ്ങളുടെ അസുഖങ്ങൾ മാറണം. ഇതിപ്പോൾ എന്നോട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരോടും പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകും രോഗങ്ങൾ ശിഫയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ ശിഫയാവാനും നമുക്കൊന്ന് ദുആ രക്കണം. എങ്ങനെയാണ് ദുആ എന്നറിയോ? ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയിലും ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ. നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും രോഗങ്ങൾ മാറാൻ ഈ ദുആ പതിവാക്കുക. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من
أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. പല ചെറുപ്പക്കാരും പറയുന്ന പരാതി, ഉസ്താദേ ഞങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പല ആളുകളോടും പകൽ സംസാരിക്കാറുണ്ട്, പല കൂട്ടുകാരന്മാരോടും സംസാരിക്കും, പല വീഡിയോകൾ കാണുന്നുണ്ട്. ഇപ്പോൾ യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ, അതുപോലെ ദൈവമില്ല പടച്ചോനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പല വീഡിയോകളും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അല്ലാഹ് ഉണ്ടോ? ഇസ്ലാം ശരിയാണോ? അങ്ങനെ നമ്മുടെ ഈമാനിൽ ഒരു ചാഞ്ചാട്ടം വരുന്നത് പോലെ തോന്നുന്നു. ഞങ്ങൾക്ക് ഈമാൻ ഒന്ന് ഉറച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? പല ആളുകളും പറയുന്നൊരു വലിയ വിഷമമാണ്. അപ്പോൾ നമ്മുടെ ദീൻ, നമ്മുടെ ഈമാൻ അത് ഉറച്ചു കിട്ടാൻ ഒരു ദിക്ർ നമ്മൾ എപ്പോഴും പതിവാക്കുക. എന്ത് മോശത്തരമായ ചിന്ത വന്നാലും ഈ ദിക്ർ, ഈ ഒരു ദുആ നമ്മൾ പതിവാക്കിയാൽ മതി. ഏതാണ് ആ ദിക്ർ? എല്ലാവരും പറയും, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ റളീതു ബില്ലാഹി ربا وبالإسلام دينا وبمحمد نبيا رضيت بالله 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 ربا وبالإسلام دينا وبمحمد نبيا. അൽഹംദുലില്ലാ, നമ്മളിൽ നിന്നും ഹജ്ജിനായി ഒരുപാട് പേര് പോയിട്ടുണ്ടല്ലേ. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയൊക്കെ മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. ഹജ്ജാജിമാർക്ക് നമ്മൾ
ദ്വാരക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം. എങ്ങനെയാ ഹാജിമാർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ടത്? അതിങ്ങനെയാണ്. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞ് ഹാജിമാർക്ക് വേണ്ടി നാട്ടിലുള്ള ആളുകൾ ദുആ ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജം മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا. നമ്മളൊക്കെ ഈ വർഷം ഹജ്ജിന് ഭാഗ്യം കിട്ടാത്തവരാണ്. പല ആളുകളും ഹജ്ജിന് കൊടുത്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. പൈസയുടെ പ്രശ്നം, ചില ആളുകൾക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നം, മറ്റ് സൗകര്യങ്ങളുടെ പ്രശ്നം കൊണ്ട് എന്താണ് ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കും ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അതിനുള്ള തൗഫീഖ് ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമുക്ക് ദ്വാരന്ന് തുടങ്ങാം. എങ്ങനെയാ ഹജ്ജിനുള്ള തൗഫീഖ് കിട്ടാൻ നമ്മൾ ദ്വാരക്കേണ്ടത്? അതിങ്ങനെയാണ്. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വസിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله
അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത്തി നബിയിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് ഇസ്മുണ്ട്. നമ്മളൊക്കെ ഇസ്മുകൾ പറയുന്നവരാണ്, അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുന്നവരാണ്. എന്നാൽ സ്പെഷ്യലായി ഈ ഒരു ഇസ്മു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ പോരെ, വേറെ ആരുടെ ഇഷ്ടം കിട്ടിയിട്ട് ഒന്നുമില്ല. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ മലക്കുകളുടെ ഇഷ്ടം കിട്ടിയതുപോലെയാണ്. അതായത് മുഴുവൻ മലക്കുകളുടെയും ഇഷ്ടവും സ്നേഹവും നമുക്ക് കിട്ടാൻ ഇനി പറയുന്ന ഇസ്മ നമ്മൾ നിത്യമായി പറയണം. ഏതാ ഇസ്മ പറഞ്ഞാലോ? യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്. ചൊല്ല്, യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ് 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 യാ ബർറു യാ വാലി. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കുഞ്ഞു സൂറത്ത് ഏതാ? സൂറത്തുൽ കൗസറാണ്. 3 ആയത്തേ ഉള്ളൂ. സൂറത്തുൽ കൗസർ, ഇതിൻ്റെ ശ്രേഷ്ഠത അറിയോ? ഇൻഷാ അല്ലാഹ് ഓതാൻ പറ്റുന്നവരൊക്കെ കൂടെ ഓദിക്കോ. ഓതാൻ പറ്റാത്ത, നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിരുന്നാൽ മാത്രം മതി. വളരെ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും നബിതങ്ങളുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും പറ്റുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് നിത്യമാക്കണമെന്നാണ്. ഈ സൂറത്ത് നിത്യമാക്കിയാൽ ശത്രുക്കളുടെ ഉപദ്രവം, അയൽവാസികൾ ശത്രുക്കളാണ്, ബന്ധുക്കൾ ശത്രുക്കളാണ്, ആരാണെന്ന ശത്രു ആരാ മിത്രം നമുക്കറിയില്ല, എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാൻ ഈ സൂറത്ത് പതിവാക്കണമെന്നാണ്. നമുക്ക് ഓതിയാലോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم
إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر പരിപാവനമായ ഹജ്ജ് കർമ്മം ആ ഹജ്ജ് കർമ്മത്തിന് ഈ വർഷം ഭാഗ്യം കിട്ടിയില്ല ഉസ്താദ്. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ഹജ്ജ് കമ്മിറ്റി വഴിയൊക്കെ നോക്കി, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ നറുക്ക് വീണില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പോകണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഈ വർഷം ഏതായാലും ഹജ്ജിന് തൗഫീക്ക് കിട്ടിയില്ല, അടുത്ത വർഷം ഹജ്ജിന് പോകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ദുആ പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് പറയാം. അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ നമ്മൾ മക്കത്തെത്തിയിരിക്കും. അതിന് പറ്റിയൊരു ദുആയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് പറയാം. അല്ലാഹു തആല ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനും ഉംറ കർമ്മത്തിനും അല്ലാഹു തആല മക്കയിൽ നമ്മൾ എത്തിക്കുമാറാവട്ടെ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ഉറക്കെ പറയാം, ഒന്നിച്ച് പറയാം. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم
اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി ആളുകൾ ഉസ്താദേ ഇന്നത്തെ ദുആ മജ്ലിസിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണേ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ദുആ എടുക്കും. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുആയിൽ ഉണ്ടാകും. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറഹീമീനായ കരുണയുള്ള അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്, പാപങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്യാനും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കിട്ടാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. എല്ലാം നിനക്കറിയാം, നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞ ദിക്റുകളുടെ സ്വലാത്തുകളുടെ തസ്ബീഹിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗത്തിൻ്റെ അണുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, നീ എല്ലാം അറിയുന്നവനാണ്. എന്തെങ്കിലും മാരകമായതും അല്ലാത്തതുമായ അസുഖത്തിൻ്റെ രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ട് ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാനെ ഈ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗവും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ, ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു മുഴുവൻ ആളുകളുടെയും അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ആന്തരികമായ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട്, ഗർഭിണികളായ ഉമ്മമാരുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ഉയർച്ച നൽകണേ റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരാണ് റഹ്മാനെ. ഖൈറായ വീട് കൊടുക്കണേ അല്ലാഹ്. വീട് പണി നടക്കുന്നവരുണ്ട്, വേഗത്തിൽ എളുപ്പത്തിൽ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ, ലക്ഷങ്ങൾ കടങ്ങളുള്ളവർ, കോടികൾ കടങ്ങളുള്ളവർ, എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് റഹ്മാനെ. ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ചു നൽകണേ അല്ലാഹ്. സ്ഥലവും വീടും വിറ്റുപോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാനെ, അത് നീ വേഗത്തിൽ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പല ആളുകളും പരീക്ഷിക്കപ്പെടുകയാണ്. എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ സ്വസ്ഥത നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രവാസികളായ നിരവധി സഹോദരന്മാർ സഹോദരിമാർ ദ്വാരക്കാൻ പറഞ്ഞു, അവരുടെയൊക്കെ
ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ, അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ എല്ലാവരുടെയും എല്ലാ ജോലികളിലും നീ സലാമത്തും റാഹത്തും കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, നിരവധി ആളുകളാണ് ഞങ്ങളോട് ദുആ ചെയ്യാൻ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞത്. ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആവശ്യങ്ങൾ പറയുന്നവർ, നിരവധി സങ്കടങ്ങൾ പറഞ്ഞവർ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കുകയും ചെയ്യണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അതിന് ഭാഗ്യം കിട്ടാത്ത നിരവധി പേരുണ്ട് റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും പോയിട്ടുള്ള ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, സ്കൂളുകളിലേക്ക് പോകുന്നവരാണ്. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹു മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെ, കള്ളിൻ്റെ അടിമകളാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ വയസ്സാകുമ്പോൾ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളിൽ പല ആളുകളും. ഒരുപാട് നല്ല ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കുകയും അതുപോലെ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുന്നു എല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഗസയിലെ, ഫലസ്തീനിലെ, മറ്റ് പ്രദേശങ്ങളിലൊക്കെ, ഇന്ത്യയിലെ പല സ്ഥലത്തും മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധിയിലാ, പ്രശ്നത്തിലാ. അല്ലാഹു നീ സമാധാനം നൽകണേ അല്ലാ. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്നു റബ്ബേ, നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അല്ലാഹു പടച്ചവനെ, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഭരണാധികാരികളെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക ഒന്നും അറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.